എന്താണ് നിധി? ആ നിധി എടുത്താൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? നിധി എന്നുള്ളത് ഉള്ളതാണ്. സർപ്പങ്ങളാണ് പോലും അതിൻ്റെ കാവൽ. നിധി കിട്ടിയ ധാരാളം ആളുകൾ. നമ്മുടെ ഭൂമിയിൽ നിധി ഉണ്ടെങ്കിൽ എങ്ങനെ അത് തിരിച്ചറിയാൻ കഴിയും? എന്താണ് നിധിയെന്നും നിധിയുള്ള ഭൂമിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും അത് നമുക്ക് സാധ്യമാകുമോ എന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പല ഭാഗങ്ങളിൽ നിന്ന് ഒരാളല്ല, പല ആളുകളായിട്ട് വിളിക്കുകയാണ്, തങ്ങളെ ഞങ്ങളെ ഭൂമിയിൽ നിധിയുണ്ട്, അതെടുക്കാൻ സാധിക്കുമോ? ഞങ്ങൾ ഇന്നാലിൻ്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്, അത് നിധിയുടെ ലക്ഷണമാണോ? ഞങ്ങളെ ഭൂമിയിൽ കുറേ ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, കുറേ വലിയന്മാർ പറഞ്ഞ് കുറേ ആളുകളെ കൊണ്ടുവന്നപ്പോൾ അവരൊക്കെ പറഞ്ഞ് ആ ഭാഗത്ത് നിധിയുണ്ട്, ആ ഭാഗത്ത് നിധിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണോ? അതുണ്ടെങ്കിൽ എടുക്കാൻ കഴിയുമോ? ഞങ്ങൾക്കത് എടുക്കാൻ കഴിയുമോ? അങ്ങനെയൊക്കെ ചോദിച്ച് നിധി സംബന്ധമായി ധാരാളം ക്വസ്റ്റ്യനുകളാണ്, നിരന്തരമായിട്ട് ക്വസ്റ്റ്യനുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്കൊക്കെ അതിനോടുള്ളൊരു ത്വരയാണ്. പെട്ടെന്ന് സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ത്വരയാണ്. കാരണം എത്രയും വേഗത്തിൽ സമ്പാദ്യം ഉണ്ടാക്കണം. അത് നിധിയായി കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ജോലിക്കും പോകണ്ടല്ലോ, ഒരു ഏർപ്പാടിനും പോകണ്ടല്ലോ, നമുക്കുണ്ട് കിട്ടല്ലേ. അപ്പോൾ ആളുകൾ ചിന്തിക്കുകയാണ്, നമ്മൾ വേറെ ലെവലിലേക്ക് ചിന്തിക്കുകയാണ്. അതാണ് ഇതിൻ്റെ കുഴപ്പം. അതാണ് ഇതിനോടുള്ള കൂടുതലായിട്ടുള്ള ആർത്തി ജനങ്ങൾക്കുണ്ടാകാനും. സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് നിധിയോടുമുള്ള ആർത്തി കൂടുതലായിട്ടുണ്ടാവാൻ കാരണം. അതാണ് ഇത്തരം വിഷയങ്ങൾ ധാരാളം ചോദ്യങ്ങളും ധാരാളം ക്വസ്റ്റ്യനുകളും വരുന്നത്. എന്താണ് നിധി? നിധി എന്ന് വെച്ചാൽ പഴയ കാലങ്ങളിൽ, പുരാതന കാലങ്ങളിൽ നാട്ടുരാജാക്കന്മാർ അവരടുത്താണ് കൂടുതലായിട്ട് സ്വർണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, സ്വർണത്തിൻ്റെ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ നാട്ടുരാജാക്കന്മാരടുത്താണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. പിന്നെ ജന്മിമാർ, ബ്രാഹ്മണന്മാർ, നമ്പൂതിരിമാർ, അവരൊക്കെ വസിച്ച ഒരു ഇടമാണ് നമ്മുടെ ഈ ഒരു ഇടം, അല്ലേ? കൂടുതലായിട്ട് പഴയ കാലങ്ങളിൽ അവിടെ കൂടുതലായിട്ട് ഭൂമികളിൽ നിധി കാണപ്പെടാം. ഉണ്ട്, നിധി എന്നുള്ളത് ഒരു മിത്തല്ല, അതായത് ഇല്ലാത്തൊരു സംഭവമല്ല, അതൊക്കെ ഉള്ളതാണ്. നിധി എന്നുള്ളത് ഉള്ളതാണ്. നിധി ഉണ്ടാകാം. ഒരിക്കലും അത് കൊഴിച്ചെടുക്കലോ അത് പുറത്തെടുക്കലോ എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം പഴയ കാലങ്ങളിൽ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. കാരണം ശത്രുക്കളെ ഭയന്നുകൊണ്ട്. ഇന്ന് ഈ കാലങ്ങളിൽ പോലുള്ള ലോക്കറുകൾ, ബാങ്കുകളൊന്നും അന്നില്ലല്ലോ. അന്ന് സമ്പത്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഇടം അത് ഭൂമിയുടെ ഉള്ളിലാണ്. അത് കുഴിച്ചിടുക അവർ ചെയ്യല്. ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയി കുഴിച്ചിടും. പിന്നെ അവർക്കത് ഓർമ്മ ഉണ്ടാവില്ല എവിടെയാണ് ഇത് നിക്ഷേപിച്ചത്. ഭയന്നോടില്ലേ, ശത്രുക്കളെ ഭയന്നോടാണ്. അവർ പല ഭാഗങ്ങളിൽ അത് നിക്ഷേപിക്കും. അവരെ സ്വത്തുക്കളും അവരെ മുതലും എല്ലാം, ധനവും എല്ലാം അത് അവിടെ കുഴിച്ചിടും. പണ്ടൊക്കെ ധനമായിട്ട്, രൂപയായിട്ട്, നാണയമായിട്ട്, സ്വർണത്തിൻ്റെ നാണയമായിരുന്നു കൊടുത്തത് പഴയ കാലങ്ങളിൽ. അതൊക്കെ അവർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു ഇടമാണ് നമ്മളിപ്പോഴും കുഴിച്ചെടുക്കുന്ന നിധി എന്ന് പറഞ്ഞത്. അത് ചില ഭൂമികളിൽ കാണപ്പെടാം. അത് കുഴിച്ചെടുക്കുന്നതൊന്നും എളുപ്പമല്ല. ഒരിക്കലും നമുക്കതൊരു ഹലാലുമല്ല, അതൊരു ജായിസായിട്ടുള്ളൊരു മുതലല്ല. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ലല്ലോ. അതും ചിന്തിക്കേണ്ടത്. നമ്മളൊരിക്കലും അധ്വാനിച്ചുണ്ടാക്കിയതല്ല. ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ വാങ്ങിയ ഭൂമിയിലുണ്ടെങ്കിൽ നമുക്ക് എടുത്തൂടെ എന്നുള്ളത്. അതിൻ്റെ മസാല, നമ്മൾ വാങ്ങിയ ഭൂമിയിൽ തെങ്ങുണ്ടെങ്കിലും എന്ത് വസ്തു ഉണ്ടെങ്കിലും അത് നമ്മൾ തന്നെയാണ്. പക്ഷേ ഇത് എടുക്കൽ വലിയ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അതിൽ വഞ്ചിതയാകുന്ന ധാരാളം ആളുകളുണ്ട്. ഇവിടെ നിധി ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കർമ്മം ചെയ്യണം, പൂജ ചെയ്യണം, ഇത്ര ആളുകൾ വേണം, അത് കുറേ ആയത്തിലാണ്. അങ്ങനെ 2 കുഴിയൊക്കെ അവർ കുഴിക്ക് വന്നിട്ട് അങ്ങനെ പറ്റിക്കപ്പെട്ട വഞ്ചിതരായ ധാരാളം ആളുകൾ വിളിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അങ്ങനെ 2-3 കുഴി വെച്ച് ഞങ്ങൾ കുറേ കർമ്മങ്ങൾ ചെയ്ത്, പൂജകൾ ചെയ്ത്, പക്ഷേ പിന്നീട് അവസാനം അവർ പറഞ്ഞത് ഒരു ശൈത്താനിയത്തിൻ്റെ ശക്തി, അതായത് പിശാചിൻ്റെ ശക്തി
ആ നിധിയെ വലിച്ചു കൊണ്ടുപോയി. അവരെ 2-3 ലക്ഷം അത് ചെലവാക്കി, നിധിയില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അങ്ങനെ വഞ്ചിതരാവുന്നവരുണ്ട്. ഒരിക്കലും, അതാ പറഞ്ഞത്, ഇത് എടുക്കാനുള്ളൊരു ത്വരയാണ്. ഇത് കിട്ടിയാലേ നമുക്ക് 2 ലക്ഷം പോട്ടെ, നമുക്ക് കിട്ടുന്നതാണ് സ്വർണം. ഇതിനോടുള്ളൊരു ആർത്തി, ഇതിനോടുള്ള ഒരു എന്താ പറയുക, ഒരു വൈകാരികത, കൂടുതലായിട്ട് സ്വത്തിനോടുള്ളൊരു മോഹം, അത് എല്ലാവരും മനുഷ്യൻ്റെ ത്വബീയത്താണ്, ജീവിത ശൈലിയാണ്, ആർക്കായാലും ഉണ്ടാവും അത്. അപ്പം അതിനോടുള്ളൊരു ത്വര കൊണ്ടാണ് ഇത്തരം സാഹചര്യത്തിൽ പോയി ചാടുന്നതും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും. നിധി നിങ്ങളുടെ ഭൂമിയിലുണ്ടെങ്കിൽ, അത് നിങ്ങളെ പരിസരങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ളതാണെങ്കിൽ പടച്ചതമ്പുരാൻ എത്തിച്ചു തരും. നമ്മളതിന് തേടിപ്പോണ്ട. നമുക്ക് അർഹതല്ലാതെ സ്വത്തിനെ പോയി നമ്മൾ തേടിപ്പോണ്ട. അത് അർഹത ഉള്ളതാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കും. ഏതെങ്കിലും മാർഗത്തിലൂടെ. എത്രയോ ആൾക്കാർ കിട്ടിയവരില്ലേ, പറയാത്ത കാരണം, പറഞ്ഞാൽ അത് ഗവൺമെൻറ് പിടിച്ചെടുക്കുമെന്നുള്ള ഭയത്താൽ പറയാത്ത ധാരാളം ആളുകളുണ്ട്. ഭൂമിയിൽ നിന്ന് കിട്ടിയവർ, ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാതെ തന്നെ കിട്ടിയവരുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള കർമ്മങ്ങളോ ഇതിനുള്ള പൂജകളോ ഒന്നും ചെയ്യാനോ ഇതിന് ഇത്ര വഞ്ചിതരാവാനോ ആരും നിൽക്കണ്ട. ഭൂമിയിൽ നിധി ഉണ്ടാവാം. നിധിയുള്ളത് ഹക്കായ കാര്യം തന്നെയാണ്, സത്യം തന്നെയാണ്. ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് കർണാടക ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ഈ നിധി നിക്ഷേപങ്ങൾ കാണപ്പെടാറുള്ളത്. ഭൂമിയിൽ അവിടെ നിധിയുണ്ട്, ഈ ഭൂമി എടുത്തോ എന്ന് പറഞ്ഞ് ഭൂമി കൈമാറ്റം ചെയ്യുന്നവരുണ്ട്, എന്നിട്ട് കുഴി ഒഴിക്കുന്നവരുണ്ട്, അതിലും പരാജയപ്പെടുന്നവരുണ്ട്. അതാ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളിലൊന്നും പോയി നമ്മൾ ചാടണ്ട, ഇത്തരം വിഷയങ്ങളൊന്നും പോയി നമ്മൾ ചാടണ്ട. നിധിയാണെങ്കിലും എത്ര സമ്പത്താണെങ്കിലും സമ്പാദ്യമാണെങ്കിലും പടച്ചോ നിന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിനക്കുള്ളതാണെങ്കിൽ അത് നിന്റെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഒരാൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ ഒരാൾക്കും മുടക്കാൻ പറ്റൂല. അതിനെ എതിർക്കാനോ അതിനെ തടയാനോ ദുനിയാവിൽ ഒരാൾക്കും പറ്റൂല. ഒരാൾക്ക് അള്ളാഹു നൽകണ്ട എന്ന് വിചാരിച്ചാൽ ദുനിയാവിൽ ഒരാൾക്കും അവനക്ക് നൽകാനും സാധ്യമാവില്ല. അതാണ് കാര്യം. അത്ര മനസ്സിലാക്കിയാൽ മതി. ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ പിന്നാലെ നമ്മൾ പോകൂല. കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, തങ്ങളെ ഞങ്ങളെ ഭൂമിയിൽ ചില സ്ഥലങ്ങളിലേക്ക് നോക്കിയാൽ തിളക്കം കാണുന്നുണ്ട്, ഒരു വെട്ടം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ വീടിന് ഇത്തരം വിള്ളലുകൾ കാണുന്നുണ്ട്, പൊട്ട് കാണുന്നുണ്ട്, അവിടെയൊക്കെ നിധിയാണോ? അല്ലെങ്കിൽ തിളക്കം കാണുന്നിടത്ത് നിധിയാണോ? അല്ലെങ്കിൽ കുറച്ച് നാഗത്തിൻ്റെ, പാമ്പിൻ്റെ ശല്യങ്ങൾ, സർപ്പത്തിൻ്റെ ശല്യം കാണുന്നുണ്ട്, ഞങ്ങളെ ഭൂമിയിലിട്ട് നിധി ഉണ്ടോ എന്ന് സംശയം ചോദിക്കുന്നവരുണ്ട്. പുരാതന ഗ്രന്ഥങ്ങളിൽ അടയാളങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. നിധിയുള്ള ഭൂമിയിൽ ഉണ്ടാകുന്ന കുറച്ച് അടയാളങ്ങൾ പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ് കേട്ടോ. കാരണം നിധി കൂടുതലായിട്ട് കണ്ടെത്തിയതും കാണപ്പെടാറുമുള്ളത് ഈ ഇന്ത്യ രാജ്യത്താണ്, ഇന്ത്യയിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. അപ്പോൾ പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കുറച്ച് അടയാളങ്ങളാണ് ഇൻഷാ നമ്മൾ പറയാൻ പോകുന്നത്. നിധിയുള്ള ഭൂമിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ കാണപ്പെട്ടാൽ ഒരു സംശയം മാത്രമാണ് കേട്ടോ, ഇതുണ്ട് എന്ന് വെച്ച് അവിടെ നിധി ഉണ്ട് എന്നല്ല. ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ നിധി ഉണ്ടാവാം ഇൻഷാ അല്ലാഹ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ, ഏതൊക്കെയാണ് അടയാളങ്ങൾ, എങ്ങനെ ഇൻഷാ അല്ലാഹ് നിധിയെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ എടുക്കാം നമുക്ക് പറയാം. അത് പറയുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോയിൽ മജ്‌ലിസിലൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വീട്ടിൽ നോട്ടമുള്ളത് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് നേരിട്ട് സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വരാൻ ആഗ്രഹിക്കുന്നവർ വരുന്ന ശനിയാഴ്ച കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞവർ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്താണ് പുരാതന ഗ്രന്ഥങ്ങൾ പറഞ്ഞ അടയാളങ്ങൾ എന്തൊക്കെയാണ്? നിധിയുള്ള ഭൂമിയിൽ കൂടുതലായിട്ട് കാണപ്പെടാറുള്ള അടയാളം, എപ്പോഴും ആ ഭൂമിക്ക് മഴ വേണ്ട, നനവുണ്ടാകും. മഴയില്ലെങ്കിലും എപ്പോഴും ആ ഭൂമിക്കൊരു നനവ് കാണപ്പെടാം. അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് നോക്കിയാൽ എപ്പോഴും ഒരു നനവ്, എത്ര വെയിലടിച്ചാലും ആ ഭൂമിയിൽ എപ്പോഴും ഒരു നനവ് കാണപ്പെടാം. അതുള്ള ഭാഗത്ത് എപ്പോഴും ഒരു ഡ്രൈ ആയിരിക്കൂല. ആ മണ്ണിനും എപ്പോഴും ഒരു സോഫ്റ്റ്നെസ്സും, അതായത് ഒരു നനവും കാണപ്പെടാം. രണ്ടാമതായിട്ട് കുറേ ആൾക്കാർ സംശയം ചോദിച്ചത് തന്നെയാണ്, രണ്ടാമതായിട്ട് പറഞ്ഞ സംശയമാണ്, അടയാളമാണ്.
അടയാളാണ് കുറെ ആൾക്കാർ സംശയം ചോദിച്ചത്. ഭൂമിയിൽ നാഗസർപ്പങ്ങൾ കറുത്ത നാഗസർപ്പങ്ങളെ കാണപ്പെടാം. കറുത്ത നാഗസർപ്പങ്ങൾ അതിൻ്റെ അല്ലെങ്കിൽ സർപ്പത്തെ കാണപ്പെടാം, അല്ലെങ്കിൽ അതിൻ്റെ തൊലി ഊരിയിട്ടതായിട്ട് കാണപ്പെടാം. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും രണ്ടു വട്ടമല്ല, പലപ്പോഴായിട്ട് ഞങ്ങളിങ്ങനെ കറുത്ത നാഗത്തിനെ ഇങ്ങനെ കാണുന്നുണ്ട്, നാഗസർപ്പത്തിനെ കാണുന്നുണ്ട്. അവിടെ ആ ഭൂമിയിൽ നിധി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതൊരു അടയാളമാണ്. മൂന്നാമതായിട്ട് താമരപ്പൂ കണ്ടിട്ടില്ലേ? കുളങ്ങളിലും ഒക്കെ കാണപ്പെടാറുള്ള താമരയുടെ ഗന്ധം. ആ ഭൂമിയിൽ എപ്പോഴും താമരയുടെ ഗന്ധം. ഞങ്ങൾ താമര സ്മെല്ല് ചെയ്തിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾക്കുള്ള ചോദ്യമാണ് അല്ലേ? ഞങ്ങൾ താമര സ്മെല്ല് ചെയ്തിട്ടില്ല. ഒരു താമര എടുത്ത് മണത്ത് നോക്കിയാൽ മതി. ആ താമരയുടെ ഒരു സ്മെല്ല് ആ ഭൂമിയിൽ അതിൻ്റെ ഒരു ഗന്ധം ഇങ്ങനെ അടിച്ച് വീശുന്നതായിട്ടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഭൂമിയിൽ എന്തുണ്ടെന്നർത്ഥം? ഈ നിധിയുടെ സാന്നിധ്യമുണ്ട്. ആരെങ്കിലും കുഴിച്ചിട്ട അല്ലെങ്കിൽ നാഗത്തിനെ കാവലേൽപ്പിച്ച ഈ ഒരു നിധിയുടെ നിക്ഷേപം ആ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും നാഗത്തിനെ കാവലേൽപ്പിച്ചതാണെങ്കിൽ അത് പുറത്തെടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. അതിൻ്റെ പിറകെ ആരും പോകാൻ നിൽക്കണ്ട. അതിന് ഇത്ര പൂജ ചെയ്യാന്ന് പറഞ്ഞാലും ഇത്ര ക്യാഷ് വേണമെന്ന് പറഞ്ഞാലും ആരും ഇത്ര വഞ്ചനയിൽ പോയി ചാടരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിനക്കുള്ളതാണെങ്കിൽ, അതെത്ര നാഗത്തിനടുത്താണെങ്കിലും, അതെത്ര നാഗത്തിനെ ഏൽപ്പിച്ചതാണെങ്കിലും, എത്ര ആളുകൾ കാവൽ നിൽക്കുന്ന നിധിയാണെങ്കിലും, നിനക്കുള്ളതാണെങ്കിൽ പടച്ചതമ്പുരാൻ എൻ്റെ കയ്യിലെത്തിക്കും. അത് ഉറപ്പാണ്, തീർച്ചയായിട്ടും. നാലാമതായിട്ട് പക്ഷികളുടെ സാന്നിധ്യം. എപ്പോഴും അവിടെ പക്ഷികൾ കൂട് കൂട്ടുന്നതായിട്ടും പക്ഷികൾ വന്നിരിക്കുന്നതായിട്ടും ആ ഭൂമിയിൽ എപ്പോഴും പക്ഷികളുടെ സാന്നിധ്യം കാണപ്പെടാം. പല ജാതി പക്ഷികൾ അതിൻ്റെ സാന്നിധ്യം കാണപ്പെടാം. പിന്നെ അഞ്ചാമതായിട്ട് നാഗങ്ങൾ ഇണചേരുന്നത്, പക്ഷികൾ ഇണചേരുന്നത്, മൃഗങ്ങൾ ഇണചേരുന്നത്. ആ ഭൂമിയിൽ നാഗങ്ങൾ, അതായത് സർപ്പനാഗങ്ങൾ ഇണചേരുന്നതായിട്ട് കാണപ്പെടാം. പക്ഷികൾ ഇണചേരുന്നതായിട്ട് അല്ലെങ്കിൽ മൃഗങ്ങൾ ഇണചേരുന്നതായിട്ടൊക്കെ ആ ഭൂമിയിൽ ഇങ്ങനെ കാണപ്പെടാം. ഇതുള്ള ഭൂമിയിൽ, സംശയിക്കുന്ന ഭൂമിയിൽ. അഞ്ചാമതായിട്ട് ഏത് സമയത്തും വൃക്ഷമായിക്കോട്ടെ പുൽച്ചെടികളായിക്കോട്ടെ എപ്പോഴും പച്ച നിറത്തിൽ, പച്ചപ്പുള്ള നിറം. ആ ഭൂമിയിൽ എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷം, എപ്പോഴും ഒരു പച്ചപ്പ്, അതൊക്കെ കാണപ്പെടുന്ന ഭൂമിയിൽ നിധി ഉണ്ടെന്ന് പുരാതന ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനെ പുറത്തെടുക്കേണ്ടത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതൊരിക്കലും അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുതലാണെങ്കിൽ അത് നിങ്ങളിലേക്ക് അടുത്ത്, നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങളെ മുതലാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് അടുത്ത് വരും. അതിൻ്റെ കർമ്മങ്ങളോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ആ ഒരു ശക്കുമായ ഒരു സംശയവുമായിട്ട് ജീവിതം ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ദെപ്ലാൻ കിട്ടുക, ഇതിനെങ്ങനെയാണ് എടുക്കാനുള്ള വഴി എന്നിങ്ങനെ അന്വേഷിച്ചു പോവാണ്. ഇല്ല, അത് അർഹരായവരുടെ കൈകളിലേക്ക് എത്തും. അതല്ലേ ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാമും ഹിദ്ർ നബി അലൈഹിസ്സലാമും യാത്ര ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതെന്തെയാണ്? അത് ഒരു മതിൽക്കെട്ട് പൊളിഞ്ഞു വീണ സമയത്ത് മൂസ നബി അലൈഹിസ്സലാമിനോട് ഹിദ്ർ നബി പറഞ്ഞത് എന്താണ്? അത് പടുക്കാനാണ്. അത് രൂപത്തിലേക്ക്, പഴയ മതിൽ രൂപത്തിലേക്ക് ആക്കാൻ. ശത്രുവിന്റെ മതിലായിരുന്നു പൊളിഞ്ഞത്. അത് പഴയ രൂപത്തിലേക്ക് ആക്കാനാണ് മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഹിദ്ർ നബി പറഞ്ഞത്. അപ്പോൾ ഈ മൂസ നബി അലൈഹി ഇസ്ലാം ഹിദ്ർ നബിയെ പറ്റി ചോദിച്ചു, എന്തിനാണ് ഈ ശത്രുവിന് ഇത്ര നമ്മളോട് ക്രൂരത ചെയ്തവർക്ക് ഈ മതിലെന്തിനാണ് കെട്ടിപ്പൊക്കി കൊടുക്കുന്നത്? അപ്പൊ ഹിദ്ർ നബി പറഞ്ഞതാണ്, അതിൽ നിധിയുണ്ട്, അത് അർഹതപ്പെട്ടവരിലേക്ക് അത് എത്തട്ടെ എന്ന നിലക്കാണ് അതിനെ പടുത്ത് കെട്ടിപ്പൊക്കി കൊടുത്തത്. അപ്പൊ ആ നിധി എന്നുള്ളത് അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുക തന്നെ ചെയ്യും. അത് നമ്മൾ തേടിപ്പിടിക്കാനോ അതിന്റെ കർമ്മങ്ങൾ, അതിന്റെ പൂജകൾ നമ്മൾ ചെയ്യാനോ പോകണ്ട. ഇൻഷാ അല്ലാഹ് ഇതാണ് നിധി. എന്താണ് നിധിയെന്നും ഈ നിധിയുടെ പരിപൂർണമായിട്ടുള്ള സംശയങ്ങൾ ഏതൊക്കെ ഭൂമിയിൽ ഉണ്ടാവാമെന്നും
നമ്മൾ പഠിച്ച് ഇൻഷാ അല്ലാഹു തൗഫീഖ് നല്ല കാര്യങ്ങൾ പറയാനും നല്ലതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ ഒരു കാര്യം ഉണർത്താനുള്ളത് 5:30 നമ്മുടെ സയ്യിദിയ്യ മജ്ലിസ് ഈ ഒരു ചാനൽ തന്നെയാണ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.